ശിവരാത്രി സമാഗതമായിരിക്കുന്നു. ഫെബ്രുവരി 26 കുംഭമേളയെ അവസാനിക്കുന്നു. ഒരു പുതിയ തുടക്കത്തിന്, ഒരു നവ ഉത്ഥാനത്തിന്, ഉണർത്തെഴുന്നേൽപ്പിക്കാനായുള്ള ഒരു സമയമല്ലേ ഇത്? ഇതിനെ ആധ്യാത്മിക പുരോഗതിക്കും ഭൗതിക പുരോഗതിക്കോ ആഗ്രഹിക്കുന്നവർ ഉപയോഗപ്പെടുത്തിക്കൂടെ? ദേവാസുരന്മാർ ഒത്തുചേർന്ന് പാലാഴി മഥനം ചെയ്ത് അമൃത നേടിയ കഥയാണല്ലോ പാലാഴി മഥനം. പക്ഷേ ഇതിനൊക്കെ ആധാരമായിരുന്ന പരമേശ്വരൻ എന്ത് കിട്ടി? ഹാലാഹല വിഷം. എന്താണ് പാലാഴി മഥനം? എന്താണ് ദേവാസുരന്മാർ? പിങ്കളാ നാഡികളാകുന്ന സുഷുമ്നാ നാഡിയുടെ ചുറ്റും പിരിഞ്ഞ് ഇണചേർന്ന് ഒഴുകുന്ന നാഡികളെ മഥനം ചെയ്ത് സുഷുമ്നാ നാഡി ഉണർത്തി സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് വിളിക്കുന്ന ആ പ്രവാഹത്തെ മൂലകാണ്ഡത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന് സഹസ്രാര പത്മത്തിൽ സ്ഥിതമാക്കുന്ന അവസ്ഥ തന്നെയാണ് പാലാഴി മഥന കഥ. എൻ്റെ അബോധ അവസ്ഥയിൽ നിന്നും പൂർണ്ണബോധ അവസ്ഥയിലേക്കുള്ള പ്രയാണം, ഇതാണ് ശിവരാത്രിയുടെ രഹസ്യം. ഗുരു വേണ്ടേ? അത് തന്നെയല്ലേ ശിവൻ. ആ പരമേശ്വരൻ ശിഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന വിഷം അവൻ പുറത്തേക്ക് വമ്പിക്കുമ്പോൾ അവയെല്ലാം കോരിയെടുത്ത് അവനെ പരിശുദ്ധനാക്കുന്ന പരമേശ്വരൻ, ആ പരമേശ്വരൻ്റെ അനുഗ്രഹം കിട്ടുന്ന ദിവസമാണ്, അതിപ്രധാന ദിവസമല്ലേ ശിവരാത്രിയായി നാം ആഘോഷിക്കുന്നത്. അധ്യാത്മമാവട്ടെ ഭൗതികമായിട്ട് ജീവിതത്തിൽ ഏതുവിധമുള്ള പരിവർത്തനത്തിനും ഉത്ഥാനത്തിനും ആഗ്രഹിക്കുന്ന സർവ്വ അഭ്യുദയകാംക്ഷികളും ശിവരാത്രിയെ ആഘോഷിക്കേണ്ടതാണ്. വരിക, അഘോര ക്ഷേത്രത്തിലേക്ക്, ആനന്ദധാമിലേക്ക്, അഘോര മോക്ഷത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഫെബ്രുവരി 26 നമുക്കൊത്തുചേരാം, ശിവപൂജ ചെയ്യാം, അഘോര ഹവനം ചെയ്യാം. ആ പരാശക്തിയെ, നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ പരമേശ്വര ശക്തിയെ ഉണർത്താനുള്ള ആധ്യാത്മിക ഭൗതിക പുരോഗതിക്കായി അവയെ ഉണർത്തുവാനുള്ള പരിശ്രമം നമുക്ക് ചെയ്യാം. നമ്മൾക്ക് കീർത്തനം, ഭജനകൾ, ആനന്ദമായ അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ എത്തിക്കാനുള്ള അനേക വിധത്തിലുള്ള മാനസിക ഉല്ലാസപ്രദമായ, മനസ്സിൽ അനുഭവിക്കുന്ന അനേക ക്ലേശങ്ങളെ ഉന്മൂലനം ചെയ്യാൻ സാധ്യമായ പലവിധ പരിപാടികളും ആസൂത്രണം ചെയ്തിരിക്കുന്നു. അപ്പോൾ മറക്കരുത്, ഫെബ്രുവരി 26 അഘോറിനൊപ്പം മഹാശിവരാത്രി ആഘോഷിക്കാം. ആനന്ദ്ധാമിലേക്ക് സ്വാഗതം. ഹരി ഓം തത്.